ഹലോ, ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഈ ഒരു കാര്യം തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കുന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ ആദ്യം ഞാൻ അവരുടെ വീടിൻ്റെ അടുത്തായിരുന്നുള്ള ഫാർമസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ എൻ്റെ കസ്റ്റമറായി മാറിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് അകലെയുള്ള ഒരു ഫാർമസിയിലേക്ക് മാറിയിട്ടും അവർ എൻ്റെ കസ്റ്റമറായി തന്നെ തുടർന്നു. അവരെത്ര വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മരുന്ന് മേടിക്കുകയുള്ളൂ. അവർക്ക് അങ്ങനെ തന്നെ മതി എന്നൊരു ഷാഠ്യമാണ്. അപ്പോൾ അത് അവരുടെ ഷാഠ്യമല്ല, അവരുടെ വിശ്വാസമാണ്. അപ്പോൾ ഇന്ന് അവരെന്നോട് തുറന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അവരെന്നോട് പറയാം, എടോ താൻ എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വലിയൊരു ഫാർമസി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ഹൈപ്പർ ഫാർമസിയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഇനിയിപ്പോൾ അവിടെ നിന്ന് മേടിച്ചാൽ കാര്യം ഒരു ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്നാലും എനിക്ക് പേടി, തൻ്റെ കയ്യിൽ നിന്ന് മതി എന്നൊരു വിശ്വാസം എന്ന് പറയും. അപ്പോൾ എനിക്ക് കുറച്ചൊരു കാര്യങ്ങൾ തുറന്ന് പറയണം. ഞാൻ ചോദിച്ചാൽ എന്തേ എടോ, ഇപ്പോൾ ഒരുപാട് വ്യാജ മരുന്നുകളൊക്കെ ഇറങ്ങുന്നില്ലേ? ഒറിജിനലിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ മരുന്നുകളൊക്കെ ഇറങ്ങി നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? ഇപ്പോൾ താൻ തരുന്ന മരുന്നുകളൊക്കെ ഒറിജിനൽ തന്നെയാണല്ലോ അല്ലേ? തന്നോടുള്ള ഏക ഒരു വിശ്വാസം കൊണ്ട്, ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഏക ഒരു വിശ്വാസം കൊണ്ടാണ് തൻ്റെ കയ്യിൽ നിന്നും മരുന്ന് മേടിക്കുന്നത്. കാര്യം എൻ്റെ അമ്മയൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഏജായ ആളാണ്. അപ്പോൾ ഈ ഒരു മരുന്നിലാണ് അവരെയൊക്കെ ജീവൻ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാര്യം അവരൊന്നും നഷ്ടപ്പെടുന്നത് ഓർമ്മിക്കാനേ വയ്യ എന്നുള്ള കാര്യം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ വിശ്വസിക്കാം, അമ്മയെ പോലെ തന്നെ, അമ്മേനെ എങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്നെ വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. ഒറിജിനൽ ആയിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് ഞാൻ തരുന്നത്. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ജനങ്ങളുടെ വിശ്വാസത്തേക്ക് ഇങ്ങനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലെ വ്യാജ മരുന്നുകളൊക്കെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്ത് കാശുണ്ടാക്കാനാണ്? ഇപ്പോൾ ഇവർ തന്നെ മരുന്ന് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തണം ഒന്നല്ലേ? അപ്പോൾ അതിൽ തന്നെ ഒരു വ്യാജം കലർത്തി കാശുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര വഞ്ചനയാണ്, ചതിയാണ്. അപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ഒരിക്കലും നമ്മൾ ഒറിജിനൽ മരുന്നുകൾ തന്നെയാണ് തരുന്നത്. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് അവർക്കൊരു അനുഭവം ഉണ്ടായി. കാര്യം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫാർമസിയിൽ, ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു ഫാർമസിയിൽ അവർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അതായത് അത്യാവശ്യം വന്നപ്പോൾ, എമർജൻസി വന്നപ്പോൾ അവർ പോയി മേടിച്ചാണ്. അത് ആദ്യമായിട്ടല്ല അവർ മേടിച്ചുകൊണ്ടേ ഇരിക്കുന്ന മരുന്നാണ്. അതും ഫെമിലിയർ ആയിട്ടുള്ളൊരു മരുന്നാണ്. അത് ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, അവർ കേട്ടിട്ടില്ല. അവരിങ്ങനെ പരസ്പരം നോക്കുവാന്ന്. എന്നിട്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ മാഡം എന്നോട് പറയുക, എന്നിട്ട് പിന്നെ അവിടെ മേടിച്ചില്ല, അവർ തിരിച്ചു പോകുന്നു. അവർ പറയാണ്, ഇത്ര പോലും ഒരു അറിവോ ബോധമോ ഒന്നും ഇല്ലാത്ത പിള്ളേരാണ് ഇത്രയും വലിയൊരു ഫാർമസികളിലൊക്കെ നിൽക്കുന്നത്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. എങ്ങനെയാണ് മനുഷ്യന്മാർ വിശ്വസിച്ച് ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കുന്നത്? എന്താണ് കേരളത്തിലാണോ ഇത്ര ഗതികേട്? കാര്യം അത്രയ്ക്കും മരുന്നിനെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാത്തവരാണ് ഫാർമസികളിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കും അതൊരു ഇതായി. ഇതൊക്കെ അവർ തുറന്നു, ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ എനിക്കിത് തുറന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും കാര്യം നിങ്ങളെല്ലാവരും അറിയണമെന്ന് തോന്നി. അറിയില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഷെയർ ചെയ്തു. ഏതായാലും വ്യാജ മരുന്നുകളൊന്നും ഇറങ്ങാതിരിക്കട്ടെ. ഇറങ്ങിയാൽ തന്നെ അത് തിരിച്ചറിയാൻ പെട്ടെന്ന് തന്നെ കഴിയട്ടെ. അത്രേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ ഫാർമസിസ്റ്റ് എന്ന നിലയിൽ.